ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട്, ചേച്ചി എവിടെയാണ്, ഇത്രയും ദിവസമായിട്ട് ഒരു വീഡിയോ അങ്ങനെയൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. നമ്മൾ കുറച്ച് ബിസി ആയിരുന്നതുകൊണ്ടാണ്, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഫ്രീ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് ന്യൂ കളക്ഷൻസ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം വെച്ചാൽ ഒരുപാട് തിരക്കുകൾക്കിടയിലും നിങ്ങൾ ഞങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ്. അപ്പം 440 രൂപയ്ക്ക് 4 വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് കിട്ടുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ്സിൽ കൊടുക്കുന്നത്. ഇതൊരു കോംബോ ഓഫറായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിൽ വരുന്ന എല്ലാ ചെടികളും കോംബോ ഓഫറായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന കളറുകളിലാണ് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊടുക്കുന്നത്. പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ 440 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ പ്ലാന്റ്സും കൂടിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആണ് വരുന്നത്. 6 കളറിന് 190 രൂപയാണ്, 180 രൂപയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി കളക്ഷനാണ് വരുന്നത്. 6 വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് കൊടുക്കുന്നത്. കളറുകൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കളറുകളിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയക്കുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു 6 കളറുകളിലാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത്. ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ഉണ്ടോ. ഇത് ഈ കാണുന്ന ജിഫി ബാഗിലാണ് നമ്മൾ ഒട്ടുമിക്ക പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. 2 ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് നനച്ചു കൊടുക്കുക. അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഞ്ച പ്ലാന്റ് ആണ്. ഹൈബ്രിഡ് ആയിട്ടുള്ള 5 കളറുകൾക്കാണ് 270 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. നല്ലൊരു അടിപൊളി കളക്ഷൻസാണ് ഈ ഒരു ഹൈബ്രിഡിന് വരുന്നത്. അതുപോലെ തന്നെ വയലറ്റ്, വൈറ്റ്, റെഡ്, പിങ്ക്, ബ്ലൂ എന്നീ കളറുകളിലാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന ഈ ഒരു ചെടിയായിട്ട്. നമുക്ക് എത്ര വെയിലുള്ള സ്ഥലങ്ങളിലും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഇപ്പോൾ കുഞ്ഞതായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യേണ്ട ഒരു ടൈമും കൂടിയാണ് ഈ ഒരു ചെടീൻ്റെ എന്ന് പറയുന്നത്. ബാഗിൽ വരുന്ന ഒരു പ്ലാന്റും കൂടി ആയതുകൊണ്ട് തന്നെ നട്ടു വെക്കുന്ന സമയത്ത് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്കത് വെയിലത്തേക്ക് മാറ്റി വെക്കാവുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ. 2 നേരം നനച്ചു കൊടുത്താൽ നല്ലതാണ്. പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ്. നമ്മൾ പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കുന്നത് മണ്ണ്, അതുപോലെ തന്നെ നാടൻ വളങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടു വെച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രാഞ്ചിയുടെ സൈസ് എന്ന് പറയുന്ന പ്ലാന്റ്സ്. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത്. 250 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് 5 വെറൈറ്റീസാണ്. 5 വെറൈറ്റീസ് കളേഴ്സാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ ഒരു കളറുകളാണ് കൊടുക്കുന്നത്. നമുക്ക് ഇൻഡോറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്ലാന്റും കൂടിയാണ്, ഔട്ട്ഡോറായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹോയ പ്ലാന്റ് ആണ്. 350 രൂപയ്ക്ക് 9 കളറുകളാണ് കൊടുക്കുന്നത്. നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ. 350 രൂപ മാത്രമേ നമ്മുടെ ഈ ഒരു ഹോയ പ്ലാന്റിൻ്റെ 9 വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഔട്ട്ഡോറായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ്. നമുക്കൊരു വളർച്ച എത്തിക്കഴിയുമ്പോൾ ഇതിന് തണ്ട് ഒരു വള്ളി പോലെ ആയിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു വള്ളി വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ട് അതിന് മുകളിൽ പടർത്തി വിടാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ പരമായിട്ട് ഏത് രീതിയിലാണ് വളർത്തിയെടുക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചെടീൻ്റെ മോഡൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിനെ വള്ളി നമ്മൾ പടർന്ന് പിടിക്കാനായിട്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് മോഡലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ. നല്ല പൂ തരുന്നൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ഹോയ എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ ഉണ്ടായി കഴിയുമ്പം കാണാനായിട്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എന്നിവയാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് വരുന്നത്. 300 രൂപയ്ക്ക് 12 വെറൈറ്റീസാണ് വരുന്നത് കേട്ടോ. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ ഫിറ്റോണിയ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ലീഫ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു ഫിറ്റോണിയ പ്ലാന്റിൽ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസിൽ വരുന്ന ചെടിയുടെ കളറുകൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഉൾപ്പെടെയുള്ളതാണ്. ഗ്രീനാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്.
അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളത് ഒരുപാട് വെറൈറ്റീസ് ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണ്, മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവയാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് വരുന്നത്. 380 രൂപയ്ക്ക് 6 കളറുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കളറുകളാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. ഈ ഒരു കളറുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഈ ഒരു കളേഴ്സിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു തരുന്നത്. മെറൂണും ഉണ്ട്, അതുപോലെ തന്നെ പിങ്കും വരുന്നുണ്ട്. പിങ്ക് ആൻഡ് വൈറ്റും ഒക്കെ ഈ ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ആഫ്രിക്കൻ വയലറ്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ എല്ലുപൊടി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഉപയോഗിച്ചോ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചകിരിച്ചോറ് എന്നിവ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് നട്ട് വെക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 3 ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാൽസം പ്ലാന്റ്സ് ആണ് വരുന്നത്. 10 വെറൈറ്റീസിന് 270 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. നല്ലൊരു അടിപൊളി കളക്ഷനാണ്. 10 വെറൈറ്റീസിന് വെറും 270 രൂപ മാത്രം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നമുക്ക് വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാൽസം പ്ലാന്റിൽ 2 ഇനങ്ങൾ വരുന്നുണ്ട്. 2 അല്ല 3 ഇനങ്ങളുണ്ട്. ഒന്ന് വൈറ്റ് കൂടിയിട്ടുള്ള തണ്ടുള്ള ചെടികളുണ്ട്, അതുപോലെ തന്നെ റെഡ് കൂടിയിട്ടുള്ളതും ഉണ്ട്. ഒരു വൈറ്റും ഗ്രീനും കൂടിയിട്ടുള്ള ഒരു തണ്ടും വരുന്നുണ്ട്. വൈറ്റ് കൂടിയിട്ടുള്ള തണ്ട് ഉള്ള ചെടികളാണെങ്കിൽ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെള്ളത്തണ്ടുകൾ ഒരുപാട് വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതിനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ വെള്ളം കൂടി വരുമ്പോൾ നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളത്തണ്ട് കൂടിയിട്ടുള്ള ഭാഗങ്ങൾക്ക് കുറച്ചായിട്ട് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് വെയിലത്ത് വെക്കാൻ പറ്റാത്തൊരു ചെടിയും കൂടിയാണ്. ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ബാൽസം പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഇതിന് 2 ഇനങ്ങളുണ്ട്. വൈറ്റിൻ്റെ 2 കളറുകളാണ് വരുന്നത് കേട്ടോ. ഒന്ന് വെരിക്കറ്റൽ ലീഫ് വരുന്നതിൽ വൈറ്റ് കളറും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ലീഫ് വരുന്നതിലും വൈറ്റ് കളർ വരുന്നുണ്ട്. 2 വൈറ്റ് കളറാണ് ഈ ഒരു കൂട്ടത്തിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാൽസം പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ അസേലി പ്ലാനിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലാൻസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സ്റ്റോക്ക് ഉടനെ തന്നെ വരും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്ലാൻസിൻ്റെ സ്റ്റോക്ക് വന്നതിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.